ഹലോ, ക്രിഞ്ചേഷന്റെ തന്ത ഓരോരുത്തന്മാര് ക്രിഞ്ച് മഞ്ചെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കോളും. ബ്രോ ശാന്തനെ പ്ലീസ്. അല്ല പിന്നെ അത്രയ്ക്ക് പറ്റത്തില്ലെങ്കിൽ ഇവന്മാര് ക്രിഞ്ചില്ലാത്ത ലവ് സ്റ്റോറി അവന്മാരെ എങ്ങനെ എടുക്കട്ടെ? അല്ല അവർ പറയുന്നതിലും കാര്യമില്ലേ. ഓ, അപ്പൊ എനിക്കിട്ടാണല്ലേ? എന്നാ നീ കൊണ്ടുപോകാൻ ക്രിഞ്ചില്ലാത്ത പടം. സീരിയസ് ആയിട്ടാണോ? അതെ, ക്രിഞ്ചില്ലാത്തൊരു പടം നീ കൊണ്ടുവന്നാൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. എന്തേ? എന്നാ ബ്രോയുടെ ഭാഗ്യം വന്ന് കുടിക്കും. വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് നോക്കും, ചിലപ്പോൾ അടിക്കുമായിരിക്കും. ക്രിഞ്ചിന്റെ ഒരു തരി പോലും ഇല്ലാത്ത ഒരു കിടിലം കഥ എൻ്റെ കയ്യിലുണ്ട്, പറയട്ടെ. അതും വെച്ചോണ്ടാണ് വിളിക്കുന്നത്. കഥ പറ കേക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ നായകൻ ഒരു മിലിറ്ററി ഓഫീസറാണ്. പുള്ളിക്കാരൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഒരു മിഷൻ അങ്ങ് ഫെയിലാകും. അതിന് ടെററിസ്റ്റ് ഇവരെ പട്ടി ഓടിക്കുന്ന പോലെ വെടിവെച്ച് ഓടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിയെ കോർട്ട് മാർഷൽ ചെയ്ത് പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ പുള്ളിയെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ട വാർത്ത അറിഞ്ഞിട്ട് പുള്ളിയുടെ എക്സ്കാമുകിക്ക് ഭയങ്കര സന്തോഷമാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ കാമുകിനെ നല്ല വെടിപ്പായിട്ട് തേച്ചിട്ട് ഈ എക്സ്കാമുകി കാമുകിയാവും. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഞാൻ പറഞ്ഞില്ലേ, ക്രിഞ്ച് പരിപാടി ഒന്നുമില്ല, എല്ലാം വെറൈറ്റി. കൊള്ളാം. വിക്രമാദിത്യല്ല നമിത പ്രമോദിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുക. ഇനി ഈ പുള്ളിക്കാരിക്ക് ഒരു വാപ്പയുണ്ട്. ഈ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ സിനിമകളിലെ പെൺമക്കൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഒരു ലാലു അലക്സ് വൈബ് തന്ത. ജോണി ആന്റണി ചേട്ടൻ കൺഫേംഡ്. അവൾ ആരെ ഇഷ്ടപ്പെടണം, ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു. പക്ഷെ ആളാണെങ്കിൽ മോൾ അറിയാതെ ഈ കാമുകന്റെ വരുത്തുപോക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറയൊക്കെ വെക്കും. ഫുൾ ഫ്രീഡം. ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ദൂരെ ഒരു കല്യാണത്തിന് വന്നതാ. സദ്യ കഴിഞ്ഞിറങ്ങിയതായിരിക്കും. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. പക്ഷെ ഇങ്ങനെ ഒന്നും മൈൻഡ് ആക്കാതെ ഇവരൊരു വലിയ മല കയറാൻ പോകും. പക്ഷെ അവിടെ നിന്ന് വീണ് പുള്ളിക്കാരി തലയിടിച്ച് കോമയിലാവും. ഇവിടെ തേച്ചില്ലേ, അവന്റെ ശാപമായിരിക്കും. പക്ഷെ എല്ലാ കാമുകന്മാരും ചെയ്യുന്ന പോലുള്ള കാത്തിരിപ്പ് അങ്ങനെയുള്ള ക്രിഞ്ച് പരിപാടിയൊന്നും എൻ്റെ നയം ചെയ്തില്ല. പുള്ളിക്കാരൻ അവളെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കും. നൈസ്. ഇതവന്റെ ശാപം തന്നെയാ. അല്ല, നായകന് ഫാമിലി ഒന്നുമില്ലേ? നായകനൊരു അച്ഛനുണ്ട്. ഈ അച്ഛനാണെങ്കിൽ മോനെ കുറിച്ച് നല്ല മതിപ്പാ. നിന്നെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് കേട്ടല്ലോ. എന്തേ ഇത്ര വൈകിപ്പോയി എന്ന് വിചാരിച്ചു. ഇവന്റെയൊക്കെ സ്വഭാവം വെച്ചിട്ടേ പണ്ടേ പറഞ്ഞു വിട്ടതാ. ഈ മോൻ അച്ഛനെ കുറിച്ച് അതിനേക്കാളും നല്ല അഭിപ്രായം. അതായത് എൻ്റെ അമ്മ ഇങ്ങനെ കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആയതിനു ശേഷം പുള്ളിനെ ആ ഏരിയ കണ്ടിട്ടേ ഇല്ല. പറന്ന് കളിക്കല്ലായിരുന്നു. അങ്ങനെ നായകന്റെ ഭാര്യയുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് നായികയുടെ ചെലവിൽ ലെനാർക്കോയിലോട്ട് പോകും. ലെനാർക്കോ? ഇതുവരെ കേട്ടിട്ടില്ല സ്ഥലമാണല്ലോ. വണ്ടിയാ ബ്രോ, ഇതൊരു ഇമാജിനറി സിറ്റി, അതുകൊണ്ട് സെർച്ച് ചെയ്താൽ കിട്ടൂല. അങ്ങനെ പുള്ളി അവിടെ എത്തിയിട്ട് ഈ വഴിയെ പോകുന്നവരെയൊക്കെ നോക്കി പേടിപ്പിക്കും. അങ്ങനെ ഒരു രാത്രി 2 സ്മോൾ അടിക്കാൻ വേണ്ടി നായകൻ ഒരു ബാറിൽ പോകും. അവിടെ വെച്ച് ഒരുത്തനെ പരിചയപ്പെടും. അവന്റെ പേരാണ് ബാറ്റോ. ഇവനാണെങ്കിൽ ഹിന്ദി, മലയാളം, തമിഴ് ഇതെല്ലാം അറിയാവുന്ന ഒരു പാൻ ഇന്ത്യൻ വാണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവൻ നമ്മുടെ നായകനെ വിളിച്ചുകൊണ്ട് ഒരു വേശ്യാലയത്തിൽ കൊണ്ടും അവിടെ വെച്ച് നമ്മുടെ പഴയ കാമുകിയെ നായകൻ കാണും. അപ്പൊ ഈ കൊച്ചു കോമയെന്നൊക്കെ എണ്ണിട്ടു. അതൊക്കെ എണ്ണിട്ടിട്ട് ഈ നായകനെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്ന വഴിക്കാണ് പുള്ളിക്കാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ലോകത്ത് എന്തോരം രാജ്യങ്ങളുണ്ട്, അതും കൃത്യം ഇതുവരെ കേൾക്കാത്തൊരു രാജ്യത്ത് വെച്ച് കണ്ടുവിട്ടുക എന്ന് പറഞ്ഞാൽ സച്ച് എ കോയിൻസിഡൻസ്. ഇതേപോലത്തെ ഒരുപാട് കോയിൻസിഡൻസ് ഇനിയും വരാനുണ്ട്. സോ ബി പ്രിപ്പയർഡ്. അങ്ങനെ നായകൻ ഇക്കാര്യം ഭാര്യയോട് പറയും. ഏത് ഈ രാത്രി വേശ്യാലയത്തിൽ പോയതും പഴയ കാമുകിയെ കണ്ടുമുട്ടിയതും ഒക്കെ. നമ്മുടെ നായകന്റെ ഭാര്യ നല്ല ഓപ്പൺ ആയതുകൊണ്ട് ഇതൊന്നും സംശയിക്കത്തില്ല. പക്ഷെ ഇനി അവളെ പ്രേമിക്കാൻ പോരുന്ന ഒരു വാണിംഗ് മാത്രം കൊടുക്കും. ഒറ്റ കാര്യം, ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് അഗൈൻ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആണ്ടവാ, അതൊക്കെയാണ് ഭാര്യ. ഇനി ഈ പ്രസ്ഥാനത്തിനൊരു മോലാളിയുണ്ട്. ഈ മോലാളി എന്ന് പറഞ്ഞാൽ ലോക ചെറ്റ. അവിടുന്ന് ആരെങ്കിലും പുറത്തു പോയാ, ഇനി ആർക്കെങ്കിലും അസുഖം പിടിച്ചാ, അങ്ങനെ ഈ കാമുകിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായകൻ ഒന്നും കൂടെ ആ ക്ലബ്ബിൽ പോകും. അവിടെ വെച്ച് ആ രാജ്യത്തെ 2ാമത്തെ മലയാളിയെ കാണും, റൊസാരിയോ. ഐ ആം റൊസാരിയോ. മലയാളിയാണല്ലേ? വെപ്രാളം കണ്ടപ്പോ തോന്നി എനിക്ക്. അതെന്താണ് മലയാളികൾ ഇതെല്ലാം കാണാതെ നടക്കുവാന്ന്. അപ്പൊ ഒന്നാമത്തെ മലയാളി ആരാ? അത് കമാൽ, അവിടുത്തെ ടൂർ ഗൈഡ്. അങ്ങനെ നായകൻ വീണ്ടും അവളെ തിരക്കി വന്നത് ഈ ബാറ്റോ ആണത്തിന് ഇഷ്ടപ്പെടുത്തില്ല. അങ്ങനെ അവർ തമ്മിൽ അടിയാവും. ഈ ബാറ്റോയ്ക്ക് ആസ്മ ഉള്ളതുകൊണ്ട് മാത്രം നമ്മുടെ പട്ടാളക്കാരൻ നായകൻ ചാവാതെ രക്ഷപ്പെടും. അങ്ങനെ ക്ലബ്ബിലെ ഡ്രൈവറിനെ ഭീഷണിപ്പെടുത്തി നമ്മുടെ നായകൻ ഈ കാമുകിയുള്ള സ്ഥലത്തോട്ട് ഒരു ഡോക്ടറിന്റെ വേഷത്തിൽ പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ, ഒരു ഡോക്ടറായിട്ട് വേഷം മാറാൻ എന്ത് വേണം? സ്റ്റെതസ്കോപ്പ്. അതൊക്കെ ക്രിഞ്ചല്ലേ. നമ്മുടെ നായകൻ ഇവിടെ വെറൈറ്റിയാ. I have one tablet, imported medicine from India, Dolo 650. വെറൈറ്റി. അങ്ങനെ കാമുകിയെ കണ്ടുപിടിക്കും. അല്ല, ഈ ഗുണ്ടക്ക് സംശയം ഒന്നും തോന്നൂലേ? എവിടുന്ന്? ഇവർ ഡോക്ടറെ വിളിച്ചു നോക്കുമ്പോൾ ഡോക്ടർ എടുക്കത്തില്ല. പോരാത്തന്നെ നമ്മുടെ ടൂർ ഗൈഡിന് മിമിക്രി അറിയാവുന്നതുകൊണ്ട് ഇവർക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല. പക്ഷെ ഒറിജിനൽ ഡോക്ടർ വരുമ്പോഴത്തേക്ക് ഇവരുടെ പ്ലാൻ എല്ലാം പൊളിയും. അങ്ങനെ അവിടെ പൂര ഫൈറ്റ് ആവും. പക്ഷെ ഈ ഫൈറ്റിനിടയ്ക്ക് കാമുകി ഈ നായകന്റെ പേര് വിളിച്ചതുകൊണ്ട് ഈ വില്ലന്മാർക്ക് നായകന്റെ ഐഡന്റിറ്റി മനസ്സിലാവും. ഈ സീൻ എവിടെയോ. ദേവ്, turn around.
അങ്ങനെ നായകന്റെ ഫാമിലിയും തപ്പി ഇവർ അവിടെ ഉള്ള ഹോട്ടൽ മൊത്തം കയറി ഇറങ്ങി നടക്കും. അവസാനം ഇവരെ കണ്ടുപിടിക്കും. പക്ഷെ നായകന്റെ ചെക്കൻ പഞ്ചാബി ഹൗസ് കണ്ടുകൊണ്ട് മാത്രം അവിടെ നിന്ന് ചാവാതെ രക്ഷപ്പെടും. ഇതിനിടയ്ക്ക് മറ്റേ ക്ലബ്ബിലെ ഡ്രൈവറിനെ വില്ലൻ കൊല്ലും. എന്നിട്ട് മറ്റവരെ എല്ലാം പിടിച്ചോണ്ട് പോകും. പക്ഷെ ഇവരെ എങ്ങോട്ടാണ് പിടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം നമ്മുടെ നായകൻ അറിയത്തില്ല. അയ്യോ അപ്പൊ എന്തോ ചെയ്യും? ഈ കാമുകിയുടെ കൂടെ ഒരു കുഞ്ഞു കൊച്ചിനെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു കൊച്ചിന്റെ കയ്യിൽ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൊമ്മയുണ്ട്. ഈ വില്ലന്റെ ഗ്യാങ്ങിൽ ഒരുത്തൻ വളരെ യാദൃച്ഛികമായിട്ട് ഈ പാവയുടെ മേലെ ചവിട്ടിയിട്ട് വളരെ യാദൃച്ഛികമായിട്ട് കൊണ്ടുവന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് അങ്ങ് പറയും. നമ്മുടെ നായകൻ വളരെ യാദൃച്ഛികമായിട്ട് ഈ പാവ എടുത്തിട്ട് ഇതിന്റെ റെക്കോർഡ് ചെയ്ത വോയിസ് എല്ലാം കേൾക്കും. അങ്ങനെ കൃത്യസമയത്ത് നായകൻ അവിടെ സ്ഥലത്തെത്തും. ഈ വില്ലന്മാരെ അടിച്ചു നോക്കും. കൂടെ അച്ഛന്റെ എക്സ് ലവറിന്റെ കെയർ ഓഫിൽ കുറച്ച് മിലിറ്ററിയും കൂടെ വരും. ഇവരെല്ലാവരും കൂടി ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യും. പക്ഷെ മെയിൻ വില്ലൻ മോലാളി രക്ഷപ്പെടും. അങ്ങോട്ട് അത് ഏതൊരാളും പേരും ഇല്ലാത്ത റോഡിൽ കൂടെ പുള്ളി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകും. പക്ഷേ ഈ സമയം നമ്മുടെ നായകൻ എവിടുന്ന് ഒരു ബൈക്ക് എടുത്തുകൊണ്ടൊന്ന് പുള്ളിയെ ചേസ് ചെയ്ത് പിടിക്കും. നല്ല സ്ലോവില്. അങ്ങനെ അവരമ്മി ഫൈറ്റ് ആവും. ഈ ഫൈറ്റിന്റെ അവസാനം ഇല്ല നമ്മുടെ നായകനെ കൊല്ലാൻ വേണ്ടി തോക്കും ചൂടി നിൽക്കുമ്പോൾ മറ്റേ ക്ലബ്ബിലെ ഡ്രൈവർ ഉണ്ടല്ലോ നേരത്തെ കൊന്നു കളഞ്ഞ പുള്ളിയുടെ മോൻ വളരെ യാദൃശ്യമായിട്ട് ഒരു കാർ ഓടിച്ചോണ്ട് വന്ന് വില്ലനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കും. അല്ല ഈ ചെക്കൻ എങ്ങനെ ഇവിടെ? കോയിൻസിഡൻസ്, വെറും കോയിൻസിഡൻസ്. അങ്ങനെ നായകൻ വില്ലനെ കൊല്ലുന്നു, പടം തീരുന്നു. കൊള്ളാം, ലോജിക്കൊന്നും ഇല്ലെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇത് ആരെ കൊണ്ട് അഭിനയിപ്പിക്കുമെന്നാ. ഇവനാണെങ്കിൽ ഇപ്പൊ ബിസിയാ, അപ്പോ ആണെങ്കിൽ മല കയറാൻ പോയിക്കോ. പിന്നെ ആരെ വിളിക്കുന്നു? ഡിക്യുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തേ വയ്യേ? അല്ല, എന്തിനാ ഡിക്യുവിനൊക്കെ വിളിക്കുന്നത്? പറ്റിയ ആളുകളുണ്ടല്ലോ. ആര്? ഞാൻ തന്നെ. നീയോ? നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂ. ഒരുപാട് ഇമോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാ, നല്ലപോലെ അഭിനയിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഏറ്റ്. 6 months later. ഓക്കെ, ഇനി നമുക്ക് ഫൈറ്റ് എടുക്കാം. കുറച്ച് മാസ് എക്സ്പ്രഷൻ ഒക്കെ നിട്ടെ. എടാ കുറച്ചുകൂടെ സ്വാഗ്. പോട്ടെ. ഇനി അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ വില്ലൻ സ്വന്തം മോന്റെ തലയിൽ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുക. ഒന്ന് കാണിച്ചേ. കുറച്ചുകൂടെ ഇമോഷൻ. ഡിക്യുവിനെ എല്ലാം വിളിച്ചാൽ മതിയായിരുന്നു. ഷാനിക, നമുക്ക് അടുത്തത് നായകനും നായിക തമ്മിലൊരു ലവ് മേക്കിംഗ് സീനാണ്. നമുക്ക് അതിനൊരു BGM വേണം. ഓക്കെ. നൈസ്. അടുത്തത് പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടിട്ട് നമ്മുടെ നായകൻ നാട്ടിൽ വന്നിട്ട് അച്ഛനെ കാണുന്ന രംഗമാണ്. അപ്പൊ അവിടെ ഒരു BGM. ഓക്കെ. കുഴപ്പമില്ല. അടുത്തത് നായകൻ വില്ലന്മാരുടെ ഹൈഡോട്ടിൽ പോകുന്ന സീനാണ്. ഓക്കെ. ഇനി അവിടെ വെച്ച് ഫൈറ്റ്. ഓക്കെ. ഇതിപ്പോ 2-3 അടുത്ത് ഇട്ടില്ലയോ? നമുക്ക് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ? ഓക്കെ. അടിപൊളി. ഇനി വില്ലൻ നായകനെ ചേസ് ചെയ്യുമ്പോൾ സീൻ. ഓക്കെ.